നമുക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. പല മെസ്സേജുകളും ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഭാഷയിലായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും. നമുക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, എങ്കിലും അറിഞ്ഞാൽ തന്നെയും കൃത്യമായി അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നമ്മൾ സാധാരണ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ വാട്സപ്പിലൊരു ഇംഗ്ലീഷിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യും. എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? നമ്മളവിടെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ കോപ്പി ചെയ്യും. കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. സാധാരണ ഗൂഗിൾ ട്രാൻസ്ലേറ്റാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക. നമ്മളത് ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മലയാളം എന്താണെന്ന് നമ്മൾ ഇതുപോലെ വായിച്ചെടുക്കും. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം, അതായത് നമുക്ക് വാട്സപ്പിലുള്ള ഒരു ഇംഗ്ലീഷ് മെസ്സേജ് അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിൻ്റെ മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ നിന്ന് തന്നെ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഇനി നമ്മൾ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഗൂഗിളിലും അധികവും ഇംഗ്ലീഷിലാണ് എഴുതി കാണിക്കുക. അതും നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്കത് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി ഗൂഗിൾ വേണ്ട, നമുക്ക് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എവിടെയാണെങ്കിലും നമ്മൾ സ്ക്രീനിൽ ഏത് ഭാഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ, അതേ ഓപ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഞാൻ വാട്സപ്പ് തുറന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാനിത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഐക്കണിൽ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുകയാണ്. ഡബിൾ ടാപ്പ് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ആ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗൂഗിളാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഗൂഗിളിൽ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷായിരിക്കും ഉണ്ടാകുക. നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിലുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കണിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്ത ഉടനെ തന്നെ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എന്ത് കാര്യങ്ങളും ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഓൾ ട്രാൻസ്ലേറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ആ 2 പെർമിഷനും നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ എൻ്റർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്കിപ്പ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏത് ഭാഷയിൽ നിന്നും ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഏറ്റവും മുകളിൽ ഫ്രം എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എനിക്ക് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. 100 ലാംഗ്വേജ് വരെ ഇതിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മലയാളമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. മലയാളം സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഐക്കൺ നിങ്ങളുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ എന്താണോ കാണുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഷയിലേക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു തരും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.